കല്യാണത്തിന് ഫുഡ് കഴിക്കുമ്പോ തൊട്ടപ്പുറത്താളെ പ്ലേറ്റ് ഉണ്ട് ഞെട്ടിപ്പോയി മക്കളെ. ഞാൻ മലപ്പുറത്താ. സാധാരണ കല്യാണം നടക്കുന്ന 2-3 ദിവസം, ഇത് മലപ്പുറത്ത് കഴിഞ്ഞൊരു 6 ദിവസമായിട്ട് കല്യാണം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വരാതിരിക്കാൻ പറ്റുമോ? അതൊരു അമ്മാതിരി കല്യാണം. മലയിൽ ഫുഡ്സിന്റെ ഗദ്ദാഫിക്കാന്റെ മോന്റെയും മോളിയും പാടെ കല്യാണം കേട്ടോ. 6 ദിവസത്തെ പരിപാടിയാ. മൊത്തം ഒരു 10-30,000 ആൾക്കാർ വന്നിട്ടുണ്ടോ ഈ 6 ദിവസം കൊണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. പരിപാടി നടക്കണാകട്ടെ മലയിലെ സ്വന്തം കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുന്നത്. മലപ്പുറത്ത് തിന്നാൻ പറ്റുന്ന സാധനങ്ങൾ മൊത്തം അവിടെ ഉണ്ടാക്കിയിരുന്നു. അത്രയും വെറൈറ്റീസ്, റൈസുകള്, കറികള്, പിന്നെ പൊരിച്ചത് പല വിധത്തിലും, കബാബുകൾ, അങ്ങനെയും ഫിഷും പൊള്ളിച്ചത് ഇല്ലാത്ത ഒന്നും ഇവിടെ പരിപാടിയില്ല. ഞാൻ മലപ്പുറത്തൊരു കല്യാണത്തിന് വന്നിട്ട് മെനു കണ്ടിട്ട് ഗിലിങ്ങി പോണ ആദ്യമായിട്ട് കേട്ടോ. അത്രയും വെറൈറ്റി സംഭവങ്ങൾ അവിടെ. 6 തരം റൈസ് ആക്കിയിട്ട് ഒരു കല്യാണത്തിന് നമ്മളവിടെ മലയിൽ ഫുഡ്സിന് ജലീൽ ബായി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ തരം ഫുഡുകളുണ്ട് ഇവിടെ? ഇവിടെ തലശ്ശേരി ബിരിയാണി ഉണ്ട്, കുട്ടൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ മന്തി ഉണ്ട്, ചെമ്മീൻ ബിരിയാണി ഉണ്ട്. ടോട്ടലായിട്ട് 6ഓളം ബിരിയാണി ഐറ്റം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയ ഞങ്ങളെ മലയിൽ മസാല തന്നെയാണ് എല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചാൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ മസാല കഴിച്ചിട്ട് തന്നെ അഭിപ്രായം പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഫുഡിന്റെ ഒക്കെ സർവീസ് ആയിട്ട് ഓരോന്നോരോ നമുക്കിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കൊടുന്നിങ്ങനെ തരും. നമ്മളിങ്ങനെ ഫുഡ് ഇങ്ങനെ തിന്നാൽ മതി. ഓരോ വെറൈറ്റീസ്. റൈസിൽ തന്നെ ഫസ്റ്റ് എടുത്ത ചെമ്മീൻ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, പിന്നെ വാരിയല്, പിന്നെ കബാബുകൾ വന്നു, പിന്നെ ഓരോ സംഭവങ്ങൾ. പോത്തിന്റെ വാരിയല്ലാണ്. ഒരുപാട് ഐറ്റംസ് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എന്താ അറിയോ, ബിരിയാണി ഇതൊക്കെ കുറേ കഴിക്കരുത്. എല്ലാ കല്യാണത്തിലും ഇല്ലാത്ത സാധനം, അതായത് യുണീക്ക് ഐറ്റംസ് മാത്രം കഴിക്കുക. നോട്ട് ദ പോയിന്റ്. ഇവിടുത്തെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയാണ് മലയിൽ ഫുഡ് പ്രൊഡക്ട്സിന് മസാല വെച്ചിട്ടാട്ടോ. സംഭവം അടിപൊളി കേട്ടോ. ഒരു ഫുള്ള് മീനെ കൊടുത്തിട്ട് ഏതാ വാണ്ട് വെച്ചാൽ എടുത്തോളി. നമ്മാതിരി സംഭവം. മീനൊക്കെ പഞ്ഞി പോലെ കേട്ടോ, പഞ്ഞി പോലെ. കല്യാണം കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ ഒപ്പം നേരെ ഊട്ടിക്കാ പോയത്. ഊട്ടിയിൽ താമസിച്ച റിസോർട്ട് ഉണ്ട്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തപ്പോൾ അവിടെ മേശം മേരി കൊടുത്ത മലയിലെ അച്ചാറ്, നെല്ലിക്കച്ചാർ കേട്ടോ. എന്താലേ.